ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി മന്ത്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 4th ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്യുലർ സ്ട്രക്ചറാണ്. ആദ്യമായി തന്നെ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. കെമിക്കൽ ബോണ്ട്, ഇറ്റ് ഈസ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് which binds the constituent particle in a chemical species. രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസിന് തമ്മിൽ പരസ്പരം ചേർത്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസിന് തമ്മിൽ പരസ്പരം ചേർത്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിനെ കുറിച്ചാണ്. കെമിക്കൽ ബോണ്ടിനെ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, മെറ്റാലിക് ബോണ്ട്. ഇവ വിശദമായിട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക്സ് അറിയേണ്ടതുണ്ട്. ഇനി അവയിലേക്ക് പോവാം. ഫസ്റ്റ് 13 എലമെൻറ്റ്സ്, ലോവിസ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ, ഒക്ടറ്റ് റൂൾ എന്നിവയാണവ. കുറഞ്ഞത് ഹൈഡ്രജനിൽ തുടങ്ങി സിങ്ക് അവസാനിക്കുന്ന ആദ്യത്തെ 30 എലമെൻറ്റ്സെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇവ വേഗത്തിൽ പഠിക്കാനാവും. നമ്മൾ തന്നെ ഒരു കോഡ് ഉണ്ടാക്കിയെടുക്കുക. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നതിനെ നമുക്ക് ഹേ ഹീലിയമേ, ബീരാൻ്റെയും ബഷീറിൻ്റെയും സിനിമ ഓഫർ നീട്ടി എന്നിങ്ങനെ ആക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ലോവിസ് ഡോട്ട് റെപ്രസെൻറ്റേഷനാണ്. ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ബൈ യൂസിങ് ഡോട്ട്സ് ഓർ ക്രോസ് അറൗണ്ട് എ സിംബൽ. ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ ഡോട്ട് ഉപയോഗിച്ചോ ക്രോസ് ഉപയോഗിച്ചോ സിംബലിന് ചുറ്റുമായി കാണിക്കുന്നതിനെയാണ് ലൂയിസ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിനെ ഡോട്ട് ഉപയോഗിച്ചോ ക്രോസ് ഉപയോഗിച്ചോ സിംബലിന് ചുറ്റുമായി കാണിക്കുന്നതിനാണ് ലൂയിസ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ സിംബലിന് ചുറ്റും ഒരു ഡോട്ട് കാണിക്കാം, ഒരു ഡോട്ടോ അല്ലെങ്കിൽ ഒരു ക്രോസോ കാണിക്കാം. അടുത്തത് ഹീലിയം. ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2 ആണ്. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുകൊണ്ട് ഹീലിയത്തിൻ്റെ സിംബലിന് ചുറ്റായിട്ട് 2 ഡോട്ട് കാണിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഒക്ടറ്റ് റോളിനെ കുറിച്ചാണ്. എവറി ആറ്റം ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ സോ ആസ് ടു അറ്റൈൻ 8 ഇലക്ട്രോൺ ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ പ്രൊപ്പോസ്ഡ് ബൈ ലോവിസ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കി സ്റ്റെബിലിറ്റി കൈവരിക്കാനാണ് ഏതൊരു ആറ്റവും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ലൂയിസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഇനി പഠിക്കാൻ പോകുന്നത് കോവാലന്റ് ബോണ്ടിനെ കുറിച്ചാണ്. കോവാലന്റ് ബോണ്ട്, ഇറ്റ് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇറ്റ് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ആൻ ഇലക്ട്രോൺ. തുല്യ എണ്ണം ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് മൂലമുണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. തുല്യ എണ്ണം ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് മൂലമുണ്ടാകുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. അത് പറഞ്ഞാൽ 2 ആറ്റം ഉണ്ടാവും. ആ 2 ആറ്റവും ഷെയർ ചെയ്യാൻ എടുക്കുന്ന ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് Cl2. Cl2 എന്ന് പറയുമ്പോൾ അവിടെ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. 2 ക്ലോറിൻ ആറ്റവും ഒരു ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യും. ഫസ്റ്റ് ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ, സെക്കൻഡ് ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ. അങ്ങനെ 2 ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് O2. ഇവിടെ 2 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. 2 ഓക്സിജൻ ആറ്റങ്ങളും 2 ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്തിട്ട് ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഒരു ഓക്സിജൻ ആറ്റം 2 ഇലക്ട്രോൺ, അടുത്ത ഓക്സിജൻ ആറ്റം 2 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺ. അപ്പോൾ ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അതും കഴിഞ്ഞ് വരുന്നത് N2 ആണ്, നൈട്രജൻ ആണ്. ഇവിടെ 2 നൈട്രജൻ ആറ്റങ്ങളുണ്ട്. 2 നൈട്രജൻ ആറ്റങ്ങളും 3 ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്തിട്ട് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഒരു നൈട്രജൻ ആറ്റം 3 ഇലക്ട്രോൺ, അടുത്ത നൈട്രജൻ ആറ്റം 3 ഇലക്ട്രോൺ. കോർഡിനേറ്റ് ബോണ്ടിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ്, ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് but the electron for sharing is donated by a single atom. ഇവിടെ ഷെയറിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നത് ഒരു ഒറ്റ ആറ്റമായിരിക്കും. ഒരൊറ്റ ആറ്റമായിരിക്കും ഷെയറിങ്ങിന് ഉള്ള ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. കോവാലന്റ് ബോണ്ടിൽ നമ്മൾ പഠിച്ചിരുന്നത് 2 ആറ്റം ഉണ്ടായിരിക്കും. 2 ആറ്റം തുല്യ എണ്ണം വീതം ഇലക്ട്രോൺസ് ആവും ഷെയർ ചെയ്തിരിക്കുക. എന്നാൽ ഇവിടെ ഒരു സിംഗിൾ ആറ്റം മാത്രമാണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുള്ളൂ.
രണ്ട് ആറ്റം ഉണ്ട്, പക്ഷേ ഒരു സിംഗിൾ ആറ്റാണ് ഷെയറിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യണത്. പക്ഷെ ഇവിടെ അത് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഈ ചിത്രത്തിൽ അത് കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ബോണ്ടായ അയോണിക് ബോണ്ടാണ്. ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി അയോൺ. അങ്ങനെ പറഞ്ഞാൽ വ്യത്യസ്ത ചാർജുള്ള അയോൺസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. വ്യത്യസ്ത ചാർജുള്ള അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ, ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും ഉണ്ടാവും. ഇവർ തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് NaCl. ഇവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281 ക്ലോറിൻ്റെ എന്ന് പറയുന്നത് 287. അപ്പോൾ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ക്ലോറിന് നൽകും. അപ്പോൾ സോഡിയം എന്ന് പറയുന്നത് Na+ ആവും, ക്ലോറിൻ എന്ന് പറയുന്നത് Cl- ആവും. അപ്പോൾ രണ്ട് വ്യത്യസ്ത ചാർജ് വന്നു. അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഈ സോഡിയം Na+ഉം ക്ലോറിൻ മൈനസും Cl- തമ്മിൽ അട്രാക്റ്റ് ചെയ്തിട്ട് NaCl ഫോം ചെയ്യും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇറ്റ് ഈസ് ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് വൺ ഓഫ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഹൈഡ്രജനും ഒരു ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവും തമ്മിലുള്ള അട്രാക്ഷനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആവാം, ഓക്സിജൻ ആവാം, നൈട്രജൻ ആവാം. ഹൈഡ്രജൻ ബോണ്ടിനെ എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹൈഡ്രജൻ ബോണ്ട് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ. രണ്ട് മോളിക്യൂൾസിനിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇറ്റ് ഈസ് ദ ഹൈഡ്രജൻ ബോണ്ട് പ്രസൻറ്റ് വിത്തിൻ ദ സെയിം മോളിക്യൂൾ. ഒരു മോളിക്യൂൾസിന് തന്നെ ഉള്ളിലുള്ള രണ്ട് ആറ്റം തമ്മിലുള്ള അട്രാക്ഷനെയാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. നമുക്കിതിൻ്റെയൊക്കെ ഓരോ എക്സാമ്പിൾ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിനെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് HF. ഇനി നമ്മൾ പഠിക്കുന്നത് H2O, NH3. ഇതൊക്കെ നമ്മുടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് എക്സാമ്പിളാണ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് ഒരു എക്സാമ്പിളാണ് ഓർത്തോ നൈട്രോഫിനോൾ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഓർത്തോ നൈട്രോഫിനോൾ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഓർത്തോ നൈട്രോഫിനോൾ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനാദ്യമായിട്ട് ഓർത്തോ എന്താ, മെറ്റ എന്താ, പാര എന്താ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പോർഷനാണ് ഓർത്തോ. ഏറ്റവും അകലെ നിൽക്കുന്നതാണ് പാര. ഓർത്തോൻ്റെയും പാരയുടെയും ഇടയിൽ നിൽക്കുന്നതാണ് മെറ്റ. ഓർത്തോ നൈട്രോഫിനോളിൽ OH ഗ്രൂപ്പിലെ ഹൈഡ്രജൻ NO2 ഓക്സിജനുമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.